Hello guys, welcome to our channel Navani and Nirvay Vlogs. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളൊരു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സ്കൂളിലേക്ക് ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്ന വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ വേദുക്കുട്ടൻ്റെ ബാഗ്. വേദുക്കുട്ടൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ അവന് ഈ ഒരു ബാഗ് വേണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ പിന്നെ ആ ബാഗ് വാങ്ങിക്കൊടുത്ത് ബാലവാടിക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ഒരു പ്ലാനിൽ. ഇതാണ് കേട്ടോ ബേബിയുടെ ബാഗ്. ഷഹനാസ് എന്നാണ് വാങ്ങിയത്. ലൈറ്റ് കളേഴ്സ് ശരിക്കും വാങ്ങരുത്, നിങ്ങൾ വേഗം ചളിയാവും. പിന്നെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ് പെൻസിൽ, അതുപോലെ തന്നെ ഒരുപാട് അപ്സരയുടെ പെൻസില്, റബ്ബർ, കട്ടർ, അതുപോലെ തന്നെ അങ്ങനെ അല്ലറ ചില്ലറ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതും ഓരോരോ കടയിൽ നിന്നാണ് കേട്ടോ പ്രാവശ്യം വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാ സാധനങ്ങളും ആറങ്ങോട്ടുവരയിൽ നിന്ന് വാങ്ങി. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം കുന്നംകുളം എച്ചാൻസിയിൽ നിന്ന് വാങ്ങിട്ടോ. എച്ചാൻസിയിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ല, കാരണം അപ്പുവേട്ടൻ ഞങ്ങളെ നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയല്ലോ, അപ്പോൾ ഒന്നും നടന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ബുക്കൊക്കെ പൊതിഞ്ഞു കേട്ടോ. പിന്നെ ഒരു കിറ്റ് വേണം. കിറ്റാണിത്. അത് നമ്മുടെ ലഞ്ചും അതുപോലെ തന്നെ സ്നാക്സ് ബോക്സൊക്കെ കൊണ്ടുപോകാനുള്ള കിറ്റാണ് കേട്ടോ അത്. ഇതാണ് സ്നാക്സ് ബോക്സ്. ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങി. ഓൺലൈനിലും നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വേറെയും കുറേ സാധനങ്ങൾ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പാത്രം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേദുവിന് കൊടുത്തു. ബേബി പറഞ്ഞത് വേണമെങ്കിൽ വേദു എടുത്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ വേദുവിനെ കൊടുത്തു. അപ്പോൾ വേദുക്കുട്ട എന്താ പ്രശ്നം വെച്ചാൽ അവൾ എന്ത് സാധനങ്ങൾ കാണിക്കുമ്പോൾ അവനും അതുപോലെ കാണിക്കണം, അവനും അതുപോലെ വേണം, അങ്ങനെയൊക്കെ ഒരു തോട്ടാണ് കേട്ടോ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അതൊക്കെ. പിന്നെ ഈ കുപ്പി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാട്ടോ. അവളുടെ മേമ വാങ്ങിക്കൊടുത്ത കുപ്പിയാണ്, നല്ല കുപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ പ്രാവശ്യം കുപ്പി വാങ്ങേണ്ടി വന്നില്ല. അതിലിങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഗുഡ് മോർണിംഗോ അങ്ങനെ എന്തൊക്കെയോ അല്ലേ, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ തോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെയ്സ്ലിപ്പ് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് സംഭവം ലാഭത്തിന് വാങ്ങിയതാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതിങ്ങനെ ഓരോന്നായി നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കട്ട് ചെയ്തിട്ട് വേണം, കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ. മറ്റേത് നമുക്കിങ്ങനെ ഓരോന്നും എടുക്കാമല്ലോ. ഈ സൈഡൊക്കെ കട്ട് ചെയ്യണം, അതൊരു പറ്റിയിട്ട് ഞങ്ങൾക്ക്. പക്ഷേ ലാഭത്തിന് നമുക്കിങ്ങനെ കുറേ കിട്ടും നെയ്സ്ലിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒട്ടിക്ക് അത്ര ബുദ്ധിമുട്ടാണ്. വേദുവിൻ്റെ ബാഗൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞങ്ങൾ കാട്ടാൻ പോകുന്നത് ടവൽസാണ് കേട്ടോ. ഇത് നമ്മുടെ ലഞ്ച് ബോക്സ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള ടവലാണ്. അത് ഷഹനാസ് എന്നാണ് എടുത്തത്. അതുപോലെ തന്നെ പിന്നെ അവൾക്ക് എപ്പോഴും പോക്കറ്റിലിടാൻ വേണ്ടിയിട്ട് ഒരു ടവലുണ്ട് കേട്ടോ. 2 ടവലാണ് വാങ്ങിയത്. ഒന്ന് വേദുവിനും കൊടുത്തു, ഒന്ന് ബേബിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കായിരുന്നു എൻ്റെ ടവൽ എവിടെയെന്ന്. അപ്പോഴേക്ക് അവൻ്റെ സ്വഭാവം മാറി കേട്ടോ. അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അറിയില്ല എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് മാത്സിനുള്ളൊരു ബുക്ക്, പിന്നെയും ബുക്സൊക്കെ നമ്മൾ ഓരോരോ സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 1-2 ബുക്കൊന്നല്ല, കുറേ ബുക്സ് വാങ്ങിയിട്ടുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സൊക്കെ ചെറുതാണ്. അപ്പോൾ കുറച്ച് വലിയ ബുക്സ് എന്തായാലും അത്യാവശ്യമാണല്ലോ. ഇവൾ കഴിഞ്ഞ കൊല്ലത്തെ ബുക്കൊക്കെ എവിടേക്കോ എടുത്ത് വെച്ചിട്ട് അതൊന്നും ഓർമ്മയില്ല, പിന്നെയാണ് എടുത്തു തരുന്നത്. ഞാൻ പറയും പൊതിയുമ്പോൾ അതൊക്കെ തരണ്ടേ വയ്ക്കും. അപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ല. ഇനി ഈ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടോ അവൾക്ക് എവിടെയാന്ന്? ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ബുക്കൊക്കെ പൊതിച്ചിൽ ഇട്ട് കഴിഞ്ഞു, നെയ്സ്ലിപ്പൊക്കെ ഒട്ടിച്ച് ഒക്കെ വൃത്തിയാക്കി. പിന്നെ സ്കൂൾ തുറക്കുക June 1-നാണല്ലോ, അതായത് നാളെ. ഞങ്ങളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ 1-ാം തീയതി ഉച്ചവരെയുള്ളൂ ക്ലാസ്. ഇപ്പോൾ പുതിയ യൂണിഫോമാണ്, 5ാം ക്ലാസ്സിലേക്ക് എത്തി, പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ് കേട്ടോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ബണ്ണ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ബ്ലാക്കും വൈറ്റും ബണ്ണാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. വൈറ്റ് സെപ്പറേറ്റ് ആയിട്ടും കിട്ടി, ബ്ലാക്ക് ഇത് അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ബ്ലാക്ക് റിബൺ, വൈറ്റ് റിബൺ അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഒരു സ്കെയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗ് വേണം കേട്ടോ. ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് യൂസ് ചെയ്യായിരുന്നു. അത് പർപ്പിള് ആയതുകൊണ്ട് ചളിയായി. അതുപോലെ തന്നെ ഇക്കൊല്ലം അവൾ ലൈറ്റ് കളറാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ വാങ്ങിയത് പൗച്ചാണ് കേട്ടോ. പൗച്ചും ഞങ്ങൾ ഷഹനാസിൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ആദ്യം ഓൺലൈനിൽ നോക്കി, പിന്നെ ഓൺലൈനിൽ വാങ്ങിയില്ല. എനിക്ക് ഇത് തോന്നുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങുക നല്ലത്. അടുത്ത കൊല്ലം ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ലാഭം. ഈ പൗച്ച് കുഴപ്പമില്ല തോന്നി. ഇവളൊക്കെ കൂടുതൽ ലൈറ്റ് കളേഴ്സ് എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലൈറ്റ് കളേഴ്സ് എടുക്കരുത് കുട്ടികൾ, കുറച്ച് ഡാർക്ക് എടുക്കുക. ഇതൊക്കെ വേഗം നാശാവും ചെയ്യും, വേഗം ചളിയാവും ചെയ്യും, പറഞ്ഞാൽ കേൾക്കില്ല. അതാണ് ഇങ്ങനെ ലൈറ്റ് കളേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എന്താ ആയിക്കോട്ടെ വിചാരിച്ചു. ഇത് എന്തായാലും കൊല്ലം മൊത്തം ഉപയോഗിക്കണം, വേറെ വഴിയൊന്നുമില്ല. പിന്നെ ലഞ്ച് ബോക്സ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല, കഴിഞ്ഞ കൊല്ലത്തുണ്ട്, അത് കാരണം അത് വാങ്ങിയിട്ടില്ല കേട്ടോ.
കുടയും കഴിഞ്ഞ കൊല്ലത്തുണ്ട്, അത് കാരണം വാങ്ങിയിട്ടില്ല. അപ്പോൾ അവൻ ക്രയോൺസ് കണ്ടപ്പോൾ ഓരോന്ന് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്രയോൺസ് അല്ല എൻ്റെ ബാഗിലുള്ളത്. അവന് ബാലവാടിയിൽ നിന്ന് ക്രയോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് പൊടിച്ചിട്ട് ആ ബാഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് അവൻ്റെ സ്ഥിരം പണി, പൊടിച്ചിടുക, ക്രയോൺസിൻ്റെ കവറൊക്കെ വലിച്ചിടുക, ഇതൊക്കെയാണ് അവൻ്റെ പണി. അപ്പോൾ ഞാൻ പറഞ്ഞു ബാഗൊക്കെ തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഒന്നും കൂടിയും, ഇനി സിബൊന്നും കേടില്ലല്ലോ നോക്കിക്കോ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഫയലൊന്ന് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ വെക്കേഷൻ ആക്ടിവിറ്റീസൊക്കെ ഈ ഫയലിലാണ് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് ബുക്സും ഉണ്ടാവും. അതൊക്കെ വെക്കേഷൻ ആക്ടിവിറ്റീസാണ്. ഇവർക്ക് വെക്കേഷൻ ടൈമിൽ കുറേ വർക്ക്സ് കൊടുക്കും. അതൊക്കെ ചെയ്തിട്ട് സ്കൂൾ തുറക്കണമെന്ന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് അവർക്ക്. അതിന് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെക്കേഷൻ ആയിക്കഴിഞ്ഞാലും ഇവർക്ക് റെസ്റ്റൊന്നുമില്ല, ഒരുപാട് എഴുതാനുണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഓരോ കുട്ടികളിപ്പോൾ സ്കൂൾ തുറക്കുന്ന തിരക്കിലായിരിക്കും, ഓരോ സന്തോഷത്തിലായിരിക്കും. ചിലർ പുതുതായി വരുന്ന കുട്ടികളുണ്ടായിരിക്കും, പുതിയ സ്കൂളായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക, നല്ലൊരു അധ്യയന വർഷം തന്നെ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി അടുത്ത കൊല്ലം തൊട്ടിട്ട് വേദുക്കുട്ടനും സ്കൂളിലേക്ക് പോവും. അപ്പോൾ അത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആവും ഞങ്ങൾക്ക്. എന്താവുമെന്നൊന്നും അറിയില്ല. ഇക്കൊല്ലം ബാലവാടിയിൽ ചേർത്തിയിട്ടുണ്ട്, പോകാൻ തുടങ്ങിയിട്ടില്ല. 1-ാം തീയതി ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ വരണ്ട പറഞ്ഞിട്ട്, ടീച്ചർ ഇല്ലാത്ത കാരണം. അപ്പോൾ 2-ാം തീയതി വിട്ടിട്ടാണ് അവനിപ്പോൾ ബാലവാടിക്ക് വിടാനുള്ള പ്ലാന് നടക്കുന്നത്. എന്താവും എന്നും അറിയില്ല. എന്തായാലും അവിടെ ഇരുത്തി പോരണം കരഞ്ഞാലും. പിന്നെ അവന് ശ്വാസം കിട്ടാതുള്ള കരച്ചിൽ കുറച്ചുണ്ട്, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ അവനും ഇവളുടെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ, ബാഗ് ഒതുക്കാനും കാര്യങ്ങളൊക്കെ, ഓരോന്ന് എടുക്കാനും ഒക്കെ. അപ്പോൾ ബാഗൊക്കെ കള്ളികളും ഒക്കെ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല എന്ന് തോന്നി അവൾക്ക്. അപ്പോൾ കുറേ കള്ളികളൊക്കെ ഉണ്ട്, ഓരോന്ന് വെക്കാനും എല്ലാത്തിനുള്ള കള്ളികളൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങാത്ത എന്താ വെച്ചാൽ വലിപ്പമൊന്നും ശരിയാവില്ലേ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങാത്ത പ്രാവശ്യം. അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാതോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കടയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ കുട പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഴയ കുട തന്നെയാണ്, കഴിഞ്ഞ കൊല്ലം വാങ്ങിയ കുടയാണ്. പിന്നെ അതുപോലെ ഷഹനാസിൽ നിന്ന് കുറച്ച് നെയ്സിൽപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ്റെ ബുക്കിലും നിലത്തും അവിടെയൊക്കെ ഒട്ടിക്കലാണേ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ്.